മംഗളത്തുള്ളതാണ്. നമ്മൾ ഈ ഐസ്ക്രീം കച്ചവടമായിട്ട് തുടങ്ങിയിട്ട് ഒരു 5 വർഷക്കാലമായി. ഞാൻ ഈ വെള്ളത്തിലൊരു പരിപാടിയാണ് വള്ളത്തെ പൊടിക്കുന്ന വള്ളത്തെ തന്നെ ഹൗസ് ബോട്ടുകാർക്ക് ഈ കച്ചവടം നടത്തുന്നത്. ചെറിയ എൻ്റെ ഒരു എളിയ ജീവിതമാണിത്. അതിന് മുന്നോട്ട് പോകുന്നത്. ഐസ്ക്രീം മൊത്തം വള്ളത്തിലാണ് കൊണ്ടു നടക്കുന്നത്. നമ്മൾ കരയിൽ കച്ചവടം ഇല്ല, വള്ളത്തിൽ തന്നെ കൊണ്ടുവരുന്നത് ഹൗസ് ബോട്ടുകാർക്ക് കൊടുക്കുക. ഞങ്ങളൊരു 10:30 ആകുമ്പോൾ ഇറങ്ങും. ഞങ്ങളൊരു 5 മണിയാകുമ്പോഴേ തിരിച്ചു പോകത്തുള്ള 5 മണി വരെയുള്ള 5 മണി വെള്ളത്തിൽ ഇങ്ങനെ ഐസ്ക്രീം വെച്ച് വള്ളത്തെ അടക്കുന്നു. നമ്മുടെ ഉപജീവന മാർഗം ഒരു രസം, അല്ലെങ്കിൽ നമ്മുടെ ഉപജീവന മാർഗം അല്ലേ ഇത്. അതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ ആറുമൊക്കെ മാർത്താണ്ഡ, ചിത്തിര, റാണി ഈ കായലുകളിൽ പൊന്നോറ കായല് എല്ലാം പള്ളാത്തുരുത്ത് ഈ കായലുകളെല്ലാം കറങ്ങിയാണ് ഒരു ദിവസം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. എല്ലാ സ്ഥലങ്ങളിലും പോകും. ഒരു 5 വർഷക്കാലമായിട്ട് തുടർന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. 5 വർഷത്തിന് മുമ്പ് തൊട്ട് തുടങ്ങിയാണ്. ഇപ്പോഴാണ് ഏറെക്കുറെയൊക്കെ ഒരുമാതിരിയൊക്കെ തോപ്പിച്ചൊക്കെ കച്ചവടമായി വരുന്നത്. അപ്പൊ ഇപ്പൊ ഈ ഗസ്റ്റ് കുറവാണ്, അതുകൊണ്ട് കച്ചവടം മടുപ്പാണ്. മഴയും കാറ്റും ഒക്കെയാണ്, വെള്ളപ്പൊക്കമാണ്. ആദ്യ കാലത്ത് ഇങ്ങനെ നമ്മൾ ഇറക്കിയ ഒരു ബോട്ട് അതിപ്പം ഇങ്ങനെയൊക്കെ നടക്കുന്നു പോകുന്നു. നമ്മളൊരു ഉപജീവന മാർഗം. ചെറുതായിട്ടൊക്കെ പോയിട്ടുണ്ട്. ഇതിലൊക്കെ ഇങ്ങനെ മൊബൈലിൽ എടുത്തോണ്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. പല കാണിക്കാം, എന്താ പറയാ. ബോട്ടിൽ നടന്നു വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഹൗസ് ബോട്ടുകാർക്കാണ് കൊടുക്കുന്നത്. ഗസ്റ്റ് കുറവുണ്ട്, നമുക്കൊരു കച്ചവടക്കുറവുണ്ട്. ഗസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അരി മേടിക്കാനുള്ള പൈസ കിട്ടും. അതിൽ യാതൊരു കുഴപ്പമില്ല. ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഫുൾ ടൈം വെള്ളത്തിൽ കിടന്നിരിക്കുക. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആഴ്ച ഒന്നും ഇല്ല. ഞങ്ങൾക്ക് 7 ദിവസം ഉണ്ട്. തെളിവും വെട്ടമാണെങ്കിൽ ഞങ്ങൾ കച്ചവടത്തിന് പോകും. നമ്മളത് നയിച്ചോണ്ട് പോകും. ഇത് നമ്മള് ബട്ടർസ്കോച്ച് ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, വാലയുടെ കോണുണ്ട്, ചോക്കോബാറുണ്ട്, മാംഗോ ബാറുണ്ട്. നെസ്കോയുടെ ആണ് ഇപ്പൊ ഞങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. നെസ്കോ പിന്നെ ക്യാവറി അവരുടെ കമ്പനിയുടെ സാധനമാണ് ഞങ്ങളെടുത്ത്. ഐസ്ക്രീം എടുക്കാൻ വന്നത്. ഇനി കായലിലേക്ക് പോകും. ചിത്ര കായലിലേക്ക് പോകും. ടൂറിസം മേഖലയിലേക്കാണ്, ഹൗസ് ബോട്ട് ടൂറിസം മേഖലയിലേക്കാണ് ഞങ്ങൾ കൂടുതൽ ചെയ്യുന്നത്. പിന്നെ കരകളിൽ അങ്ങനെ കച്ചവടം കുറവാണ്. മേഖല ടൂറിസം മേഖല മൊത്തം വെള്ളത്തിൽ തന്നെ, വെള്ള കച്ചവടത്തില്ല, വെള്ളത്തിൽ തന്നെ പരിപാടി. ഐസ്ക്രീമിൻ്റെ അതുണ്ട്. ഇത് നെസ്കോയുടെ ക്യാബറിയുടെ കമ്പനിയുടെ സാധനമാണ്. നെസ്കോ ആണ് ഇപ്പൊ ഞാൻ എടുത്തോണ്ടിരുന്നത്. ക്യാബറിയുടെ എടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഈ സാധനം ഓടുന്നുണ്ട്. നല്ല കച്ചവടമുണ്ട്. വലിയ കുഴപ്പമില്ല.